ഐ ആം ഹോംലെസ്, ഗിവ് മീ എ ഹോം. എനിക്ക് ഭവനമില്ല, നീ എനിക്ക് ഭവനം തരുമോ? യേശു ചോദിക്കുന്നതാണ്. എനിക്ക് ഭവനമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കുറുനരികൾക്ക് അതിൻ്റേതായിട്ടുള്ള മാളമുണ്ട്, പറവകൾക്ക് അതിൻ്റേതായിട്ടുള്ള കൂടുകളുണ്ട്. പക്ഷെ മനുഷ്യപുത്രന് തലചായ്പാൻ ഒരു ഇടമില്ല. അത് വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ആഴം നമ്മൾ ചിന്തിക്കാറില്ല. അതൊരു പാട്ട് പോലെ നമ്മളങ്ങ് പാടിയിടുകയാണ്. പക്ഷെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിനെ കേട്ടത്തില്ല. എൻ്റെ ഭവനത്തിൽ എനിക്ക് കാലി ചവിട്ടാനൊക്കത്തില്ല. യെരുശലേമിൽ ജീവിച്ച കാലത്തൊന്നും യേശു കയറിയിട്ട് അവിടെ ആലയത്തിൻ്റെ പുറത്തു നിന്നാണ് യേശു വിളിച്ചു പറയുന്നത്, ദാഹിക്കുന്ന അവരും. അകത്തല്ലെന്ന് ഓർക്കണേ, ആലയത്തിൻ്റെ പുറത്തു നിന്ന് യേശു വിളിച്ചു. ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസം, യോഹന്നാൻ്റെ 7:37 പറയുന്നത്, ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസം യേശുക്രിസ്തു ആലയത്തിൻ്റെ പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്ന ഏവരും എൻ്റെ അരികിലേക്ക് വരുവീൻ, എന്നിൽ നിന്ന് കുടിക്കുവീൻ. എന്നിൽ നിന്ന് ജലം കുടിക്കുന്നു എങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവൻ്റെ ഉറവ പുറത്തോട്ട്. അപ്പോൾ ജീവ ഉറവയെന്ന് പറയുന്നത് തുടങ്ങി അത് നിർത്തൂല. ദാറ്റ് ഗോസ് ഓൺ കണ്ടിന്യൂസ്ലി. അപ്പോൾ ഈ ജീവ ഉറവ ഇല്ലാത്തതാണെങ്കിൽ ഡ്രൈഡ് ഔട്ട് പാർച്ച്ഡ് ലാൻഡ്. നമ്മൾ നെൽകൃഷി ചെയ്യുന്നവർക്കറിയാം. അതായത് 4 മാസം 3 മാസം അങ്ങനെയുള്ള പീരീഡിലാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ടത്തിൽ പിന്നെ ഒന്നുമില്ല. പക്ഷേ അത് അന്നേരത്തേക്ക് ഇവിടെ പിന്നെ വെള്ളവും ഇല്ല, പിന്നെ മഴയും കൂടെ പെയ്യാതെങ്കിൽ ഈ കണ്ട ഇങ്ങനെ വിണ്ട് കീറി കിടക്കുന്നേ കാണാം. കാരണം അവിടെ ആരും പരിപാലിക്കുന്നില്ല, അവിടെ വെള്ളമില്ല, ജീവനില്ല. അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഹൃദയം. ദൈവം നമ്മളിൽ വസിക്കുന്നില്ല എങ്കിൽ കാര്യം നേടേണ്ട സമയത്ത് നമ്മളൊന്ന് പുഷ്ടി പിടിക്കും. ഇസ്രായേൽ ജനങ്ങളുടെ യാത്ര അങ്ങനെ തന്നെയായിരുന്നു. അവർ കഷ്ടത്തിലായി, അവർ നിലവിളിച്ചു, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, ദൈവം അവർക്ക് ഉത്തരം കൊടുത്തു, പിന്നെ അവർ അനുസരണക്കേട് കാണിക്കും. അങ്ങനെ ഒരു റെപ്പറ്റീഷനായിരുന്നു. 40 വർഷം അവരങ്ങനെ തന്നെയാണ് ചെയ്തത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. മാറണം, നമ്മൾ മാറിയേ ഒക്കത്തുള്ളൂ. ദൈവത്തിന് കർത്തൃത്വം കൊടുക്കണം. വേർ ഹിസ് വിഷസ് ആർ ഗിവൺ മോർ ഇമ്പോർട്ടൻറ്റ്. ദൈവം ഒരിടത്ത് പോകാൻ പറഞ്ഞാൽ പോകണം. ദൈവം ഒരു വചനം പറയാൻ പറഞ്ഞാൽ പറയണം. ദൈവം മോളെ ഇന്ന് നീ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നല്ല കാര്യങ്ങളാണെങ്കിലും ദൈവം ഇഷ്ടമല്ലാതെ ചെയ്താൽ ഒരു പ്രയോജനമില്ല. എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ഒറിജിനേറ്റ് ഇൻ ഫെയ്ത്ത് ഈസ് എ സിൻ. വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത ഏത് കാര്യവും പാപമായിട്ട് തന്നെയാണ് ദൈവം കാണുന്നത്. അത് നമ്മുടെ കറൻസി വിശ്വാസമാണ്, നമ്മുടെ ജീവിതം വിശ്വാസമാണ്. പ്രവാസി എന്ന്, അതായത് അബ്രഹാം ഫറവോൻ്റെ മുമ്പിൽ പറയുന്നുണ്ട്, ഞാനൊരു പ്രവാസിയാണ്. നമ്മൾ പ്രവാസികളാണ്. പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പം കേരളത്തിൽ നിന്ന് അബുദാബിയിലോ അല്ലെങ്കിൽ പിന്നെ കുവൈറ്റിലോ സൗദിയിലോ ഒക്കെ ജീവിക്കുന്നവരെ പ്രവാസി നമ്മൾ കൂടുതൽ പറയും. അമേരിക്കൻസിന് അങ്ങനെ അത്രയും ഇവരാണ് കൂടുതൽ പറയാറില്ല. അവർക്ക് അവരുടെ നാട്ടിനോടുള്ള ആഗ്രഹം കൂടുതൽ. മറ്റവരങ്ങ് പോയി അവിടുത്തെ ആയി മാറുക. ഇവിടെ ഇപ്പോൾ അങ്ങനെ ടെൻഡൻസി വരുന്നു. നമ്മൾ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ലോകം നമുക്ക് ഒരു കുറച്ച് കാലത്തേക്ക് താമസിക്കാൻ തന്ന നമ്മൾ പ്രവാസികളാണ്. ഇതല്ല നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഹോം. അപ്പം യേശു എൻ്റെ വീടിൻ്റെ ഉടമസ്ഥനാകുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിനാണ് വീട് പണിയുന്നത്, അവൻ്റെ ഇഷ്ടത്തിനാണ് ഫർണിച്ചർ ഇട്ടിരിക്കുന്നത്, അവൻ്റെ ഇഷ്ടത്തിനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ ജീവനുള്ള കല്ലുകൾ, ഇപ്പോൾ ഒരു വീട്ടിൽ അമ്മ, അപ്പന്, പിന്നെ 2 മക്കൾ, അപ്പോൾ 4 പേരാണ് ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലി. പിന്നെ ഒരെണ്ണമല്ലേ. ഈ 4 കല്ലും 4 തട്ട. പിന്നെ എങ്ങനെ വീട് പണി? 4 കല്ലിൽ 2 എണ്ണം വേറെ കല്യാണം കഴിക്കുമ്പോൾ അപ്പം 4 2 6, 6 2 8 പേരെ, 8 തട്ട്. അങ്ങനെ കല്ലുകൾ മെച്ചമുള്ളതും നല്ലതും. പക്ഷെ കല്ലുകൾക്ക് ഐക്യതയില്ല. ഏതെങ്കിലും ഭവനത്തിൽ കല്ലുകൾക്ക് ഐക്യതയുണ്ടോ? അത് നോക്കുമ്പോൾ ഈ പാപം ഒത്തിരി വരുന്നതിന് മുമ്പ് അബ്രഹാം ഇസഹാക്കിനെ കൊണ്ടുപോകുന്നൊന്ന് ചിന്തിക്കണം. എന്തൊരു ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് അല്ലേ. ദൈവം വിളിച്ചു പറഞ്ഞു, നിന്റെ അബ്രഹാമേ. ഉടനെ യേശു പറഞ്ഞു, അതെ, നാളെ ഈ സമയത്ത് നിൻ്റെ മകൻ നീ സ്നേഹിക്കുന്ന ഏകജാതന ഇസഹാക്കിനെ മൊറിയാമലയിൽ കൊണ്ട് യാഗവസ്തുവായിട്ട് എനിക്ക് യാഗം ചെയ്തു തരണം. എന്ത്? അബ്രഹാം സമ്മതിക്കുക തന്നെയല്ല, മകൻ കൂടെ പോകുന്നു. കൂടെ ഒരു മടിയും കൂടാതെ പോവുകയാണ്. നമ്മൾ കൂടെ വന്നു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കൊണ്ടുവന്ന് എന്നെ വെട്ടിക്കൊന്നില്ലേ, എന്നെ നിങ്ങൾ കയറിട്ട് കെട്ടിയില്ലേ, ഞാൻ അന്ന് പറഞ്ഞില്ല നിങ്ങളെന്നെ വെട്ടിക്കൊന്നേനേമായിരുന്നു, നിങ്ങൾക്കൊരു സ്നേഹമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേനെ. നമ്മൾ ഒരു കണക്ക് നോക്കുമ്പോൾ ലോകപ്രകാരം നയിക്കുമ്പം ഈ പ്രായം ചെന്ന മനുഷ്യൻ കൊണ്ടുപോയി ഈ 13 വയസ്സുള്ള കൊച്ചിനെ കൊല്ലാൻ കൊണ്ടുപോയിരിക്കാന്നല്ലേ മനുഷ്യൻ പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതും
മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതും സോ ഡിഫറെൻറ്റ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. പരിശുദ്ധാത്മാ ഇല്ലാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം കർത്താവിൻ്റെ മുമ്പിൽ അബ്രഹാമിനെ നോക്കുമ്പോൾ, അബ്രഹാം തൻ്റെ മകനായ ഏകജാതനായ ഐസക്കിനെ കൊണ്ടുപോയപ്പം മലയുടെ മുകളിൽ ചെല്ലുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, അപ്പ എന്തുണ്ട്? അതായത് വിറവുമുണ്ട്, തീയുമുണ്ട്, പക്ഷേ മൃഗം എവിടെ? അതിൻ്റെ ഉത്തരം കൊടുത്തു. ദൈവം കരുതിയില്ലേ? അബ്രഹാമിൻ്റെ വിശ്വാസം അത്രമാത്രം വർദ്ധിച്ചു. അപ്പോൾ അബ്രഹാമിൽ ഈ സമയപ്പം ദൈവം വസിക്കാൻ തുടങ്ങിയതുകൊണ്ടാണല്ലോ ഈ 100 വയസ്സിൽ മക്കളുണ്ടാകാത്ത സ്റ്റേജിൽ പുറകോട്ട് സമയത്ത് കൊണ്ടുപോയിട്ട് മക്കളുണ്ടാകുന്ന പുരുഷത്വത്തെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തതെന്ന് ഓർക്കണം സേറായിക്കും. അപ്പം ഈ അബ്രഹാം ജീവിതത്തിൽ കണ്ടു. ആ അബ്രഹാം കണ്ട ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷെ നമുക്ക് എവിടെ വിശ്വാസം? അബ്രഹാമിൻ്റെ ഒരു തരി വിശ്വാസം നമുക്കുണ്ടോ? ഉള്ളവർ കാണുമായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് എന്നും പറഞ്ഞില്ലേ നമ്മളും മറന്നുപോകും. ഈ ലിവിങ് സ്റ്റോണായിട്ട് മാറിക്കിടക്കുന്നതിനെ ഒന്നിച്ച് ബിൽഡ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന്. അതാണിന്ന് പറയുന്നതിൻ്റെ ആഗ്രഹം. കർത്താവ് പറയുന്ന സങ്കീർത്തനം 127 പറയുന്നുണ്ട്, ദൈവത്തിന് ഈ കല്ലുകൾ പ്രയോജനമുള്ള, എല്ലാ കല്ലും ദൈവത്തിന് വിലയുള്ളതാണ്. പക്ഷേ ഈ കല്ല് ചെതറിക്കിടക്കുന്ന കാക്ക കല്ലെറിയുന്ന പോലെ എന്ന് പറയും. എല്ലാം ചെതറിക്കിടക്കുക. പക്ഷെ അതിനെ ഒന്നിച്ചാക്കാൻ ദൈവം ആഗ്രഹിക്കുക. 127 സങ്കീർത്തനത്തിൻ്റെ 1, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്തെ. ശരിയല്ലേ? എന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവസാനം സ്നേഹമോ ബന്ധമോ ഇല്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി, മക്കളൊരു കാലത്ത് ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെടുക്കും? അതും വെച്ചുകൊണ്ട് പിന്നെ അത് വിറ്റൊരു കാലത്ത് കാശ് കൊടുക്കും. അതെത്ര എളുപ്പമാണോ അതൊക്കെ? നമ്മൾ കാലാകാലങ്ങൾ ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം മാത്രം തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ പോലും കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരബലം അവൻ തരുന്ന പ്രതിഫലമൊന്നും. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ അങ്ങനെയാവുന്ന യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തൻ്റെ ആവനാഴിയെ നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ വിശ്വാസം എനിക്കുണ്ടാകണം. അബ്രഹാമിൻ്റെ വിശ്വാസം വന്നപ്പോൾ അബ്രഹാമിൻ്റെ ഏകജാതനായ പുത്രനെ കൊടുക്കാൻ ഒരു മടിയില്ല. ഇറ്റ് ഈസ് നോട്ട് മൈൻ, ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. അതാണ് നമ്മൾ പറയേണ്ടത്. ഒന്നും എൻ്റേതല്ല, ഒന്നും ഇല്ലാതല്ലേ കയറി വന്നത്. ഇത് തന്നതെല്ലാം ദൈവത്തിൻ്റെ അല്ലേ? തിരിച്ചു ഹീ ഈസ് ദി ഓണർ, വി ആർ ഓൺലി ദ കസ്റ്റോഡിയൻ. കുറേ നാളത്തേക്ക് തലമുറയ്ക്കും അങ്ങനെ തന്നെ ആ മർമ്മം മനസ്സിലാക്കിച്ച് കൊടുക്കണം. Jesus died and rose again not only to forgive our sins, but he died in order that his Father could obtain a home. The Lord saved me and you and gave it for a high and a holy purpose. അതായത് നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിക്കേറി നമ്മൾ പറയുന്നത് കറക്റ്റാണ്. പക്ഷെ അതിലുപരിയായിട്ട് ഒരു വലിയ പ്രാഥമികമായ ആത്മീകമായ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, പിതാവിന് ഭൂമിയിൽ താമസിക്കുവാൻ, തൻ്റെ സൃഷ്ടിയാകുന്ന ഭൂമിയിൽ മനുഷ്യനോട് ഒത്തുവസിക്കുവാൻ അവൻ്റെ പ്രമോദം മനുഷ്യമക്കളോട് കൂടെ ആകിയാൽ. കാരണം അപ്പൻ്റെ ഇഷ്ടം മക്കളോടല്ലേ? അപ്പൻ്റെ ഇഷ്ടം മക്കളോടല്ലാതെ എവിടെ ചെന്ന് നിൽക്കും? ഇതൊക്കെ അബ്സല്യൂട്ട് ട്രൂത്ത്സാണ് ഈ വിളിച്ചു പറയുന്നത്. ഇതിന് മാറ്റമില്ലാത്ത സത്യങ്ങളാണ്. ഇത് പല പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ തലയത്തോടും. എനിക്ക് പോലും പലപ്പോഴും ഇതിങ്ങനെ വായിച്ചു വരുമ്പോൾ ഞാൻ പറയും, എന്താ ഞാൻ സംശയിച്ചെന്ന് വിചാരിക്കും. അത്ര ഉറപ്പാണ് ഈ വചനത്തിനകത്ത് എടുക്കുമ്പോൾ. കർത്താവ് ചോദിക്കുന്നത്, ഞാൻ വന്നത് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ഈ നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു കൊണ്ടുപോകാൻ. നീ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം തരുമോ? ഞാനൊരു കുറച്ച് കാലത്തേക്ക് നിൻ്റെ കൂടെ വസിച്ച് നിങ്ങളെ ശരിയായ പാതയിൽ കൊണ്ടുവന്ന് ഈ സ്വർഗത്തിലെ അപ്പച്ചനെ കാണിക്കാൻ വന്നു. നീ പക്ഷേ എനിക്ക് കാല് ചവിട്ടാൻ സ്ഥലം തന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിൻ്റെ കൂടെ താമസിക്കാതെ എങ്ങനെ കാര്യം ചെയ്യും? ഇത് ലാസറസ് മരിച്ചിട്ട് 4-ാം ദിവസം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഈ ഭവനം തുറന്നിട്ടത് കൊണ്ടല്ലേ മരിച്ചു കഴിഞ്ഞിട്ട് 4-ാം ദിവസം കയറി വരാൻ യേശു വന്നത്? അല്ലേ കയറാൻ ധൈര്യം വരുമോ? അവർ കുറ്റം പറയത്തില്ല. എങ്ങനെയാണെങ്കിലും എന്നെ സ്വീകരിക്കുന്നുള്ള ബോധം ഉണ്ടായിട്ടല്ലേ 4-ാം ദിവസം വന്നത്. ഒരു സങ്കടം പറയുന്നുണ്ട്, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കും. പക്ഷേ ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതുപോലെ വിട്ടുകൊടുക്ക്, വി ഹോളി. കൊളോഷ്യൻസ് 2:19 വളരെ പ്രധാനപ്പെട്ട. ഇതൊക്കെ ഞാൻ പലപ്പോഴും, ഇതെല്ലാം ഞാൻ പറയുന്ന വാക്യങ്ങൾ ജീവിതത്തിൻ്റെ
നെടും തൂണിന് പറ്റിയ കാലുകൾ ഉറപ്പിക്കാൻ പറ്റിയ വാക്യങ്ങളാണ്. കൊളോഷ്യൻസ് 2:19 ഇങ്ങനെയാണ് പറയുന്നത്: തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. അതായത് നമ്മുടെ കഴുത്തിൻ്റെ മുകളിൽ യേശുവിൻ്റെ തലയുടെ വെച്ചില്ലെങ്കിൽ നമ്മൾ ജഡത്തിലേ ജീവിക്കത്തുള്ളൂ. അതുകൊണ്ട് കൊളോഷ്യൻസ് 2:19 ചൊല്ലിയാൽ തലയായവനിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. ദൈവിക വളർച്ച പ്രാപിക്കണമെങ്കിൽ, ഈ ഭവനം പണിയണമെങ്കിൽ, ഇത് ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന തല എൻ്റെ കഴുത്തിൻ്റെ മേൽ വെച്ച് തരണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് പറഞ്ഞാൽ ഉടനെ പിന്നെ ദൈവത്തിൻ്റെ ബുദ്ധിയാണ്, DNA മാറുകയാണ്, നമ്മുടെ ബുദ്ധി മാറുകയാണ്, ബുദ്ധിമണ്ഡലം സ്വർഗത്തിലേതായി മാറുകയാണ്. അവിടെയാണ് ദൈവം പണിയാൻ തുടങ്ങുന്നത്. ആര് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മക്കളിലും നമ്മളിലും ദൈവം അങ്ങനെ പ്രവർത്തിക്കട്ടെ. എനിക്ക് ഭവനമില്ല താമസിക്കുവാൻ, നീ എനിക്കൊരു ഭവനം തരുമോ? ചോദ്യമാണ്. ഉത്തരം: എൻ്റെതായ എന്നെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റട്ടെ. കർത്താവ് എന്നിൽ വസിക്കണേ. വസിച്ചാട്ടപ്പ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിൽ നീ വസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്ത് പ്രശ്നം വന്നാലും നീ വസിച്ചേ പറ്റൂ. എന്തൊക്കെ പറഞ്ഞാലും നീ വസിച്ചേ പറ്റൂ. ഞങ്ങൾ ഇടത്തോട്ടോ വലതോട്ടോ തിരിയുമ്പോൾ നിൻ്റെ ശബ്ദം കേൾക്കണം. നിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോകരുത്. ഞങ്ങളുടെ കാലുകളെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ തലമുറകൾ വഴിതെറ്റിപ്പാൻ ഒക്കത്തില്ല, വേലി പൊളിക്കാനൊക്കത്തില്ല. പൊളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് വേലി കെട്ടി ഉറപ്പോടെ നിൻ്റെ കാലയിൽ ചങ്ങലയിട്ട് പൗലോസിനെ കെട്ടിവെച്ചതുപോലെ കെട്ടിവെച്ച് തരുന്നു. വഴിതെറ്റിപ്പോകാനൊക്കത്തില്ല. ജീവനും മരണവും തമ്മിലുള്ള യുദ്ധമായത്. പിശാചും ദൈവവും തമ്മിലുള്ള യുദ്ധമാണ്. മനുഷ്യനെടുക്കും വെറും കരുക്കളാണ്. പക്ഷേ ഈ മനുഷ്യനെ വീണ്ടെടുക്കാനല്ലേ അപ്പച്ചമ്മ. ഞങ്ങളുടെ വില എത്ര വലുതാണ്, ഞങ്ങളുടെ മക്കളുടെ വില നിനക്ക് വലുതാണ്. അതുകൊണ്ട് അവരെ സൃഷ്ടിച്ച ദൈവമേ, അവരെ നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് അപ്പച്ചനെ, യു ആർ ഇൻ ടോട്ടൽ ചാർജ്. ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നു വിശ്വസിക്കുന്നു. അതാ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നിൻ്റെ ഇഷ്ടം മാത്രം. നീയാണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ. പരിശുദ്ധാത്മാവാണ് ഇവിടെ വസിക്കുന്നത്. തിരുഹിതത്തിന് ഇഷ്ടമില്ലാത്ത ഒറ്റ വ്യക്തി, ഒരു ദൂതൻ, ഒരു ദുഷ്ടൻ ഈ വീടിനകത്തോ ഭവനത്തിനകത്തോ കയറരുത്. 70 കിലോമീറ്ററിനകത്ത് ദൈവശക്തി കൊണ്ട് നിറച്ചിരിക്കണം. ദൈവീകമായ ആത്മീയ വരങ്ങൾ കൊണ്ടും ദൈവീകമായ ചൈതന്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒഴുകണം. തേനിലും തേൻകട്ടയിലും മധുരമേറിയ വചനം ഭക്ഷിക്കാനുള്ള ആഗ്രഹിട്ട് തരണം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.